അല്ലാഹു നമ്മുടെ ഈ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മോമിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത്, നാളെ 27-ാം രാവാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ആ രാത്രിയിലേക്ക് എത്തിച്ചേരട്ടെ. നമ്മളൊക്കെ ഒരു കൊല്ലമായിട്ട് എല്ലാവരും കാത്തുത്തിരിക്കുന്ന രാത്രിയാണ് ഇതിന്റെ രാത്രി അറിയണത്, 27-ാവ് എന്ന് പറയണത്. അപ്പൊ ആ രാത്രിയെ നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഉപയോഗപ്പെടുത്തുക, അതിന് തൗഫീഖ് കിട്ടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് കിട്ടുന്ന വലിയ ഭാഗ്യം തന്നെയാണ്. അള്ളാഹു നമ്മുടെ ഈ നിസ്കാരം കാരണം നമുക്കൊക്കെ അതിന് അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ എല്ലാവരും നേരത്തെ വരിക. സാധാരണത്തെ പോലെ ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ നമ്മൾ തറാവീഹ് നിസ്കരിക്കും. തറാവീഹ് കഴിഞ്ഞാൽ തറാവീഹിന്റെ ശേഷമുള്ള ഈ ചെറിയ ഒരു ക്ലാസ്, ഒരു 10 മിനിറ്റിന്റെ ക്ലാസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഒന്നുണ്ടാക്കാനും മൂത്രമൊഴിക്കാനും എന്തെങ്കിലും ചായയും വെള്ളവും കഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ ഉള്ളൊരു ഇടവേളയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 10-10:15 ആകുമ്പോഴേക്ക് നമ്മൾ തസ്ബീഹ് നിസ്കാരം, നമുക്ക് എല്ലാവർക്കും കൂടി തസ്ബീഹ് നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ ഖത്മിന്റെ ജുസ്ഉകൾ ഓതി ഖത്മുൽ ഖുർആൻ ദുആ നടത്തണം. പിന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഖബർസ്ഥാനിലേക്ക് ഇറങ്ങി ഖബറാളികൾക്ക് വേണ്ടി ഒരു കൂട്ട സിയാറത്തും നടത്തണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നൊക്കെ ഉണ്ടാക്കിയിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു ചെറിയ തൗബയുടെ മജ്ലിസും ഒരു ചെറിയ കുറച്ച് ദിക്റുകളോ സ്വലാത്തുകളൊക്കെ ചെല്ലൊരു ദുആ മജ്ലിസും ഒക്കെ നടത്തി അവസാനം ഇൻഷാ അല്ലാഹ് ഒരു 11 റക്അത്ത് വിത്റും നിസ്കരിച്ച് ഒരു 1 മണി ഒക്കെ ആകുമ്പോഴേക്കിന് പിരിയുന്ന കോലത്തിൽ കൂടുതൽ ആരെയൊന്നും പ്രയാസപ്പെടുത്തരുത്. എന്നാൽ നമുക്ക് ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട 27-ാവുമായി ബന്ധപ്പെട്ട എല്ലാ ഫളീലത്തുകളും കിട്ടും വേണം. അതിന് പറ്റണ കോലത്തിലൊക്കെ നമുക്ക് നാളത്തെ ദിവസത്തെ സജീവമാക്കണം. എല്ലാവരും നേരത്തെ വരണം. നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ സാധിക്കുന്ന ആളുകളൊക്കെ പലഹാരങ്ങൾ കൊണ്ടുവരും. വെള്ളം ചായയൊക്കെ അവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് എനിക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മോമിനീങ്ങളെ, ഒറ്റ ഹദീസ് ഇന്ന് കൂടുതൽ സംസാരിക്കണം. കുറച്ച് ദ്വാരക്കാണ്ട് നമുക്കൊന്നും പെട്ടെന്ന് ദ്വാരന്ന് കണ്ട് പിരിയണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരണപ്പെടാനുള്ള ആൾക്കാരാണ്. അതിലിപ്പോ നമുക്ക് ആർക്കും മരിക്കുമെന്ന വിഷയത്തിൽ നമുക്ക് ആർക്കും സംശയങ്ങളില്ലല്ലോ. മാത്രല്ല, നമ്മളെ ദുനിയാവിലെ ജീവിതം മറ്റു സമയങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറച്ചുള്ളൂ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവിടെ മറവിട്ട് കിടക്കുന്ന ആളുകളെ പറ്റി നിങ്ങളെ ചിന്തിച്ചു നോക്കാണ്. ഓല 60, 70, 80 കൊല്ലം ജീവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നൂറ്റാണ്ടുകളായി? ഇനി എത്ര നൂറ്റാണ്ടുകൾ കിടക്കണം? അപ്പോ ഖബറിൽ ഓല് കിടക്കണ സമയം എന്ന് പറയുന്നത് ദുനിയാവിൽ ജീവിച്ചതിന്റെ 10 ഇരട്ടിയും അതിന്റെ മേലൊക്കെയാണ്, ഇരട്ടികളാണ്. ഖിയാമത്ത് നാൾ വരെ കിടക്കണ്ടേ? അപ്പൊ ഖബറിനെ അപേക്ഷിച്ച് ദുനിയാവിലെ ജീവിതം വളരെ കുറച്ചുള്ളൂ. ഇനി മഹ്ശറിനെയൊക്കെയല്ലോ, മഹ്ശർ എന്ന് പറഞ്ഞാൽ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള സമയമാണ്. അപ്പൊ പിന്നെ ദുനിയാവത്തെ ജീവിതം എന്താ? വളരെ കുറച്ച്. പിന്നെ അതിന്റെ ശേഷമുള്ള ജീവിതം, അപ്പൊ ഈ നമ്മളെ ജീവിതം, പിന്നെ അതിന്റെ മുമ്പൊക്കെ നമുക്കൊരു ആലമുൽ അർവാഹിൽ എന്ന് പറഞ്ഞിട്ട് റൂഹുകളുടെ ഒരു ലോകം ഉണ്ടായിരുന്നു. എത്ര ആയിരക്കണക്കിന് കൊല്ലം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമുക്കുള്ള ജീവിതത്തിലെ ഏറ്റവും കുറച്ച് ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണ്. അതുകൊണ്ട് മഹാന്മാര് ഈ ജീവിതത്തിനെ പറ്റി അങ്ങനെ ഉദാഹരണം പറഞ്ഞു നോക്കുകയാണ്. നിങ്ങൾ അദാനുൽ മർഇ ഹീന ത്വഫ്ലു യഅതി വതഖീറുസ് സ്വലാത്തി ഇലൽ മമാതി ദലീലുൻ അന്ന മഹ്യാഹു യസീറു കമാ ബൈനൽ അദാനി ഇലസ് സ്വലാത്തി. ദുനിയാവിലെ ജീവിതത്തിന് സമയം പറഞ്ഞത് ഒരു ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലുള്ള സമയമാണ്. മറ്റുള്ളിക്കൊക്കെ അപേക്ഷിക്കും അത്ര തന്നെ ഉള്ളൂ. നോക്കൂ, നിങ്ങളൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കപ്പെടുകയാണ്. ബാങ്കും ഇഖാമത്തും എന്തിനാണ്? നിസ്കാരത്തിനല്ലേ. എന്നാൽ ജനിച്ച ഉടനെ നിസ്കാരം നിർവഹിക്കപ്പെടുന്നില്ല. ഇനി ആ മനുഷ്യന് നിസ്കാരം നിർവഹിക്കപ്പെടുന്നത് അയാൾ മരിക്കുന്ന സമയത്താണ്. അപ്പോഴാകട്ടെ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നുമില്ല. അപ്പൊ ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിലുള്ള സമയമല്ല, ബാങ്കും ഇഖാമത്തും കഴിഞ്ഞിട്ട് തക്ബീർ കെട്ടാൻ എത്ര ഗ്യാപ്പ് ഉണ്ടാകുക? അതാ ദുനിയാവിലെ സമയം തന്നെ. ബാങ്കും ഇഖാമത്തും കൊടുക്കപ്പെട്ടു. ഇനി മയ്യത്ത് നിസ്കാരം അതിനുള്ള നിസ്കാരമാണ്. അപ്പൊ അത് വളരെ കുറഞ്ഞ, നമ്മൾ സാധാരണ ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കാനുള്ളൊരു സമയം, ആ ഒരു ചെറിയ സെക്കൻഡുകളുടെ ഗ്യാപ്പല്ലാതെ ദുനിയാവിലെ ജീവിതമില്ല.
അള്ളാഹു മുഅ്മിനായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. നമ്മളെ നിസ്കാരം മജ്‌ലിസൊക്കെ അള്ളാഹു തആല അതിന് കാരണമാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ മരിക്കണ സമയത്ത് നിങ്ങൾ നോക്കണം, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് സ്വാലിഹായ അമലുകൾ ചെയ്ത് ജീവിച്ച നല്ല ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ സമീപത്തേക്ക് ഇറങ്ങി വരികയാണ്. അവരാ മനുഷ്യനോട് സന്തോഷം പറയുകയാണ്, അവരാ മനുഷ്യനോട് സലാം പറയുകയാണ്. ആ മനുഷ്യന്റെ കൈ പിടിച്ച് അവർ ഈ മനുഷ്യനോട് ആശംസകൾ നേരുകയാണ്. ഈ റഹ്മത്തിന്റെ മലക്കുകളുടെ ആശംസകൾ അറിയിക്കലൊക്കെ കഴിയുമ്പോഴേക്ക് അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഈ മനുഷ്യന്റെ തലഭാഗത്തിരിക്കുകയാണ്. കൂടുതലൊന്നും അസ്റായീലിന് പറയാനില്ല. ഈ മനുഷ്യരോട് സന്തോഷം പറയുകയാണ്. മരണത്തിന്റെ ശേഷം സ്വർഗത്തിൽ താമസിക്കാനുള്ള കൊട്ടാരത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണും ഇയാള്. അതൻ കാണുമ്പോ പിന്നെ അയാളെ ദുനിയാവ് മറന്നു. അയാളുടെ ഭാര്യയും മക്കളും അടുത്ത് കരഞ്ഞിരിക്കുന്നുണ്ടാകാം, വീട്ടുകാര് ബന്ധപ്പെട്ടവർ കരയുന്നുണ്ടാകാം. അതൊന്നും ഇയാൾ അറിയുന്നില്ല. കാരണം അയാളുടെ ലോകം മാറി. ആ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടതോടുകൂടി അയാൾ അല്ലാഹുവിലും സ്വർഗത്തിലും ലയിച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് അസ്റായീൽ ഒരു വർത്തമാനം പറയുന്നുണ്ട്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബി റാളിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് സ്വാഗതം ഓതുകയാണ്. വളരെ മയത്തിൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുമ്പോഴേക്ക് കൂടെയുള്ള റഹ്മത്തിന്റെ മലക്കുകളുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമുണ്ട്. ആ പട്ടുവസ്ത്രത്തിലേക്ക് ഈ മനുഷ്യന്റെ റൂഹിനെ പൊതിയുകയാണ്. ആ സ്വർഗത്തിൽ നിന്ന് കൊടുക്കുന്ന വസ്ത്രത്തിലാ പൊതിയ. ഈ മലക്കുകൾ വേഗം ആ റൂഹുമായിട്ട് ആകാശത്തേക്ക് പോകും. ഈ മനുഷ്യന്റെ റൂഹ് കൊണ്ട് പെരിയെന്ന് ഇറങ്ങുമ്പോ തന്നെ അന്തരീക്ഷം മുഴുവനും ഭയങ്കര സുഗന്ധം അടിച്ചു വീശുന്ന ഈ റൂഹുമായിട്ട് പോകുന്ന റഹ്മത്തിന്റെ മലക്കുകൾ ഒന്നാം ആകാശത്തെത്തുമ്പോ ആകാശവാസികളായ മലക്കുകൾ ചോദിക്കുന്നുണ്ടത്രേ, വല്ലാത്ത സുഗന്ധം അടിച്ചു വീശുന്നുണ്ടല്ലോ, ഏത് മനുഷ്യന്റെ റൂഹുമായിട്ടാണ് നിങ്ങൾ വരുന്നത്? ഉടനെ മലക്കുകൾ ഈ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നതാണ്. ഏറ്റവും സുന്ദരമായ കോലത്തിൽ ഈ മനുഷ്യനെ പരിചയപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മളൊക്കെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. എന്നാൽ മരിക്കാൻ കിടക്കുന്നത് തമ്മാടിയായ മനുഷ്യനാണ്, സ്വാലിഹായ അമലുകളൊന്നും ചെയ്യാത്ത ധിക്കാരിയായ മനുഷ്യനാണോ? അയാൾക്ക് മരണമാസന്നമാകുമ്പോഴേ അദാബിന്റെ മലക്കുകൾ വരികയാണ്. ഈ മനുഷ്യനെ പേടിപ്പിക്കുകയാണ്. ഈ മനുഷ്യനെ പല നിലക്കും അവർ പ്രയാസപ്പെടുത്തുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നുണ്ട്. നരകത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഈ മനുഷ്യനാകെ വെപ്രാളപ്പെടുകയാണ്. ഈ മനുഷ്യന്റെ റൂഹ് അയാളുടെ ശരീരത്തിന്റെ ഉള്ളിൽ വന്നിട്ട് ഒളിഞ്ഞു നിൽക്കുകയാണ്. ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അടിച്ചടിച്ച് മലക്കുകൾ ഈ മനുഷ്യനെ മയപ്പെടുത്തുകയാണ്. അവസാനം നിർവൃതിയില്ലാതെ ആ റൂഹ് പുറത്തേക്ക് വരുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം ശക്തമായി വലിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ഈ ഒപ്പുള്ള അദാബിന്റെ മലക്കുകള് നരകത്തുനിന്ന് കൊണ്ടുവന്നൊരു കരിമ്പട ഉണ്ടാവുന്ന അതിൽ ഈ മനുഷ്യന്റെ റൂഹ് പൊതിയുന്ന അതുമായി അവർ പുറപ്പെടുമ്പോഴേക്ക് അന്തരീക്ഷം മുഴുവനും വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെടുകയാണ്. ആകാശത്തേക്ക് എത്തുമ്പോ ആകാശവാസികൾ വിളിച്ചു ചോദിക്കുന്നുണ്ടത്രേ, ഇത്രയും ചീഞ്ഞു നാറുന്ന ഈ ആത്മാവുണ്ടല്ലോ, ഇത് ഏത് മനുഷ്യന്റെ ആത്മാവാണ്? അപ്പോൾ അവർ ഈ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും മോശപ്പെട്ട രൂപത്തിലെന്ന് മുഹമ്മദ് മുസ്തഫ. നാഞ്ഞൊരു രസമുണ്ട്. എന്താ നിങ്ങൾ ഈ മനുഷ്യന്റെ റൂഹിന് വേണ്ടി ആകാശത്തിന്റെ വാതിൽ തുറക്കാൻ ഈ റൂഹുമായിട്ട് പോണ മലക്കുകൾ ആവശ്യപ്പെടുമ്പോ ആകാശത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കൂലാണ്.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടുകയില്ല. മാത്രമല്ല വലാ യദ്ഖുലൂനൽ ജന്ന, അവരാരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഒരു സൂചിയില് നൂല് കോർക്കാൻ അതിന്റെ ബാക്കിൽ ഒരു ദ്വാരം ഉണ്ടാവില്ലേ, ആ ഓട്ടയിലൂടെ ഒട്ടകം കയറാത്ത കാലത്തോളം ഇവർക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കൂല. എന്തൊക്കെ സംഭവങ്ങളാ സമയത്ത് നടക്കേണ്ടത് നിങ്ങൾ. മറ്റൊരു ഹദീസ് നോക്കുകയാണെങ്കിൽ, മരിക്കാനാകുമ്പോ മനുഷ്യൻ അയാളുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും 2 മലക്കുകളില്ലേ, ആ മലക്കുകളെ കാണുന്ന ഇതുവരെ കണ്ടിട്ടില്ലല്ലേ നമ്മളെ. ജനിച്ച ആ സമയം മുതൽ ഈ സമയം വരെ നമ്മൾ കണ്ടിട്ടില്ല. ഒറ്റ തവണ പോലെ കാണുന്നത് അത് മരിക്കാനാണ് സമയത്താണ്. എന്നാൽ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് സ്വാലിഹായ അമലുകളെ കൊണ്ട് നിറച്ച മനുഷ്യനാണെങ്കിൽ ഈ 2 മലക്കുകളെ ഈ മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്ന വർത്തമാനം, ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഞങ്ങളിൽ നിന്ന് അല്ലാഹു നിനക്ക് ഏറ്റവും നല്ല പ്രതിഫലം തരട്ടെ. എന്തേലും പറയണമെന്നറിയോ, റുബ്ബ മജ്ലിസ് സിദ്ഖിൻ അജ്ലസ്തനാ, എത്ര നല്ല നല്ല സദസ്സുകളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. വഅമലിൻ സ്വാലിഹിൻ അഹ്ളർതനാ, എത്ര സ്വാലിഹായ അമലുകൾക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്. എത്ര നല്ല നല്ല വർത്തമാനങ്ങളാണ് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. തറാവീഹ് നിസ്കരിക്കാൻ നീ പോയിരുന്നല്ലോ, പള്ളിയിൽ പോയി ഇഅ്തികാഫിരുന്നല്ലോ, ഖുർആൻ പാരായണം ചെയ്തിരുന്നല്ലോ, ഇൽമിന്റെ മജ്ലിസിലിരുന്നില്ലേ, സദഖ നൽകിയില്ലേ, അത് മുഴുവനും ഞങ്ങൾ അനുഭവിച്ചില്ലേ. അതുകൊണ്ട് ജസാക്കല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്ക് ഏറ്റവും നല്ലത് പ്രതിഫലം തരട്ടെ. ഈ 2 മലക്കളും ദ്വാരക്കുകയാക്കൊണ്ട് അയാൾ കണ്ണുകൊണ്ട് കാണുന്നത്. എന്നാൽ ഈ മനുഷ്യൻ തമ്മാടിയാണെങ്കിലോ, ആ 2 മലക്കുകളും മരണസമയത്ത് പറയുന്നത്, ലാ ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഞങ്ങളിൽ നിന്ന് അല്ലാഹു നിനക്കൊരു നന്മയും തരാതിരിക്കട്ടെ, അല്ലാഹു നിനക്ക് നാശങ്ങൾ തുറന്നു തരട്ടെ. റുബ്ബ മജ്ലിസി സൂഇൻ അജ്ലസ്തനാ, എത്ര വേണ്ടാത്ത സദസ്സുകളിലേക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്, എത്ര മോശപ്പെട്ട അമലുകളിലാണ് നീ ഞങ്ങളെ പങ്കെടുപ്പിച്ചത്, എത്ര ഹറാമുകളാണ് നീ ഞങ്ങൾക്ക് കേൾപ്പിച്ചും കാണിച്ചും തന്നത്. അതുകൊണ്ട് അല്ലാഹു നിനക്കൊരു നന്മയും തരാതിരിക്കട്ടെ. ആ 2 മലക്കുകളെയും മനുഷ്യരോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, സ്വാലിഹായ അമലുകൾ ധാരാളം ഉണ്ടാകണം. നമ്മുടെ തറാവീഹ് അതിനാണ്, പള്ളിയും ഇഅ്തികാഫും അതിനാണ്, പരിശുദ്ധ റമദാനും നോമ്പും ഖുർആനും സദഖയും സക്കാത്തും ഒക്കെ സ്വാലിഹായ അമലുകളെ കൊണ്ട് നമ്മുടെ ഏട് നിറക്കാനല്ലേ, മരണസമയത്ത് ഈ സന്തോഷങ്ങൾ ലഭിക്കാനല്ലേ. പരിശുദ്ധ റമദാനിലെ 26ാമത്തെ രാത്രിയിൽ ഒരാൾ തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യന്റെ നന്മതിന്മകൾ എഴുതപ്പെടുന്ന ഏടും കിതാബും ഉണ്ടല്ലോ. ആ കിതാബിൽ 40 വർഷത്തെ അമലുകൾ അല്ലാഹു എഴുതി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. തറാവീഹ്കാരക്കാർ കിട്ടുന്ന നേട്ടതാണ്. നമ്മളെ നന്മയുടെ ഏടില് 40 കൊല്ലത്തെ അമലുകൾ അല്ലാഹു തആല എഴുതി തരുന്ന. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് അതിന് കാരണമാക്കി തരണേ അല്ലാഹുവേ, ഞങ്ങളുടെ നിസ്കാരം അതിന് കാരണമാക്കി തരണേ അല്ലാഹുവേ. ഒരുപാട് സഹോദരങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞ് ഇന്ന് നമ്മുടെ പള്ളിയിലേക്ക് ചായയും കടിയും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാനഡയിൽ നിന്നൊരു സഹോദരൻ വിളിച്ച് മരണപ്പെട്ട ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോട്ടക്കൽ വലിയ പറമ്പിൽ നിന്ന് വടക്കേതിൽ മൂസഹാജ് എന്ന സഹോദരൻ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പട്ടണത്ത് ബാപ്പു ഹാജിയുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചമ്രവട്ടത്തുള്ള ഒരു സഹോദരൻ വിളിച്ച് നാളെ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ആണ്ടാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ മജ്ലിസിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് പലരും മരിച്ചു പോയിട്ടുണ്ട്. ഈ മഹത്തായ മജ്ലിസ് കേൾക്കുന്ന ആളുകളിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരുടെയും ഖബറിടം സ്വർഗമാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ സവാബ് അവർക്ക് സമ്മാനിക്കണേ അല്ലാ. നൽകപ്പെട്ട ഓരോ സ്വതക്കകളും അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. പള്ളിയിലേക്ക് കൊണ്ടുവന്ന ചായയും ചീരണിയും അതിന്റെ സവാബ് അവർക്ക് സമ്മാനിക്കണേ
സഹായിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ നൽകണേ അല്ലാ. ഖബറിന്റെ അദാബിൽ നിന്ന് അവർക്ക് കാവൽ നൽകണേ അല്ലാ. ഒരുപാട് രോഗികൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുത്തനത്താണിയിൽ നിന്നൊരു സഹോദരി വിളിച്ച് അവരുടെ ഉമ്മയുടെ അമ്മായിമ്മയുടെ കാലിന്റെ വലിയ വേദനയും പ്രയാസവും ഒക്കെ, നടക്കാനുള്ള ബുദ്ധിമുട്ടും വേദനയും സുഖപ്പെടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മൈസൂരിൽ നിന്ന് സാക്കിർ ഹുസൈൻ എന്നൊരു സഹോദരൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അളിയന്റെ അമ്മോശനായ മുഹമ്മദ് അലി കരുള എന്നവർ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ മെയ്തീനും കുട്ടി പാലപ്പറ്റ എന്നൊരു സഹോദരൻ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. രണ്ടുപേർക്കും പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. ആജിലായ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും അല്ലാത്തതുമായ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. റബ്ബേ, കാലിന്റെ മുട്ടിന്റെ വേദന നീ മാറ്റി കൊടുക്കണേ അല്ലാ. നിസ്കാരവും മറ്റു അമലുകളും ഒക്കെ കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലെ നമ്മുടെ ദർസിൽ പഠിച്ചിരുന്ന സുഹൈൽ എന്ന് പറയുന്ന സുഹൈൽ ഫൈസി, അദ്ദേഹത്തിന്റെ അനിയനെ ഇന്ന് വൈകുന്നേരമുള്ള മഴ സമയത്ത് ചെറിയ ഇടി തട്ടിയിട്ടുണ്ട്. ചെറിയ ഒരു പ്രയാസത്തിലാണ്. അല്ലാഹുവേ, നീ ആജിലായ ശിഫ നൽകണേ അല്ലാ. ആജിലായ ശിഫ നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റണേ അല്ലാ. തവനൂര് തെക്കുമുറിലൊരു പെൺകുട്ടിക്ക് വേണ്ടി വിവാഹം റാഹത്തോടെ നടക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ലഭിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ വിവാഹം നടത്തി കൊടുക്കണേ അല്ലാ. അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ നാമ്യം പറയണത് കാരണം ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. എല്ലാ റഹ്മത്തുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ മനസ്സിലുള്ള ഖൈറായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും വേദനകളും രോഗങ്ങളും നീ മാറ്റി തരണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.